വിവാദങ്ങൾക്കൊടുവിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകി പോലീസ്. നവകേരള യാത്രയ്ക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് തല്ലിയ കേസിലാണ് നോട്ടീസ് അയച്ചത്. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഗൺമാൻ അനിൽകുമാറിനും സുരക്ഷാ സേനയിലെ എസ് സന്ദീപിനുമാണ് നോട്ടീസ് നൽകിയത്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ നമുക്കൊപ്പം ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. ലെവിൻ കെ വിജയൻ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ നോട്ടീസ് നൽകാൻ വൈകുന്നത് അത് ചോദ്യം ചെയ്യപ്പെട്ടതാണ്, പ്രതിഷേധമുയർന്നതാണ്. ഒടുവിൽ ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നു. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ലെവിൻ. സുജയ, നമ്മൾ രണ്ടാഴ്ചകൾക്ക് മുൻപ് റിപ്പോർട്ട് ചെയ്തതാണ്. പോലീസ് നേരിട്ട് വിളിച്ച് ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ പറഞ്ഞതാണ്. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആലപ്പുഴ സൗത്ത് പോലീസ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂരിനെയും സുരക്ഷാ ഉദ്യോഗസ്ഥൻ എസ് സന്ദീപിനെയും വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചതാണ്. എന്നാൽ ഔദ്യോഗികമായ തിരക്കുകളുള്ള മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതല ഉണ്ട്, അതുകൊണ്ട് ഉടൻ ഹാജരാകാൻ സാധിക്കില്ല എന്നുള്ള വാക്കാൽ മറുപടി നൽകിയതിന് പിന്നാലെയാണ് ഈ അടുത്ത ദിവസം, കഴിഞ്ഞ ദിവസം പോലീസ് രേഖാമൂലം വീണ്ടും മറുപടി നോട്ടീസ് നൽകിയിരിക്കുന്നത്. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് വേണ്ടി ഉദ്യോഗസ്ഥർ ഹാജരാകണമെന്ന് കാട്ടിയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ നോട്ടീസിലും കൃത്യമായൊരു മറുപടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുണ്ട്, അതുകൊണ്ട് ഔദ്യോഗിക തിരക്കുകൾ ഉള്ളതിനാൽ ഈ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകാൻ പോലീസ് നിർദ്ദേശിച്ച ദിവസം സാധിക്കില്ല എന്നുള്ള തരത്തിലൊരു വാക്കാലുള്ള മറുപടി ഉദ്യോഗസ്ഥർ നൽകിയതായാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നേരിട്ടെത്തിയാണ് അനിൽ കല്ലിയൂരിനും അതോടൊപ്പം തന്നെ എസ് സന്ദീപിനും നോട്ടീസ് നൽകിയിരിക്കുന്നത്. നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലപ്പുഴയിൽ ഡിസംബർ 15-ന് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുന്നതിനിടെ ആലപ്പുഴ ആശുപത്രി ജംഗ്ഷനിൽ വെച്ചാണ് കെ.എസ്.യുവിന്റെ ജില്ലാ പ്രസിഡന്റ് എ.ഡി. തോമസും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസും അടങ്ങുന്ന സംഘം മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി പ്രതിഷേധവുമായി എത്തിയത്. എന്നാൽ ഈ പ്രതിഷേധം മുഖ്യമന്ത്രിയുടെ നവകേരള ബസ് അടക്കം കടന്നുപോയതിനു ശേഷം വാഹനത്തിന് അകമ്പടി വന്നിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാഹനത്തിൽ നിന്നടക്കം ഇറങ്ങി വന്നാണ് ഈ ആളുകൾ രണ്ടുപേരെയും, അജയിനെയും എ.ഡി. തോമസിനെയും അനിൽ കല്ലിയൂരും എസ് സന്ദീപും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുന്നത്.